ഒരുപക്ഷേ സാമ്പത്തിക മാന്യമായിരിക്കും നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. ഞാൻ പറയട്ടെ, കണ്ണൂർ ജില്ലയിൽ ഒരു പ്രഭാഷണം നടക്കുമ്പോ, ഇതുപോലൊരു മദ്രസയുടെ പ്രഭാഷണം നടക്കുമ്പോഴാണ് ഒരു +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി തന്റെ കയ്യിലുണ്ടായിരുന്ന 2 പവനോളം വലിപ്പമുള്ള ഒരു കൈച്ചെയിൻ അഴിച്ചു തരുന്നത്. എനിക്ക് പിരിവിന്റെ ടെക്നിക്സ് അറിയില്ല, പിരിവിന് വേണ്ടി ഞാൻ എവിടെയും പ്രഭാഷണം നടത്താറില്ല, പിരിവുണ്ടാക്കി കൊടുക്കാറില്ല. സംഘാടകര് പറയാത്തത് കൊണ്ട് പള്ളിക്ക് വേണ്ടി നിങ്ങൾക്ക് കൂടി ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആവശ്യം സംസാരിച്ചത്. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി വിദ്യാർത്ഥിനിയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരു പെണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ള തുക ഏതാ? ഒരു പെണ്ണിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? അവന്റെ കയ്യിലുള്ള ആഭരണങ്ങളാണല്ലോ. തന്റെ കയ്യിലുണ്ടായിരുന്ന 2 പവനോളം വലിപ്പമുള്ള ഒരു കൈച്ചെയിൻ എടുത്തിട്ട് സംഘാടകരുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു എഴുത്തും കൂടി കൊടുത്തയച്ചു. ഉസ്താദേ, ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന്, നല്ല ഭർത്താവ് ലഭിക്കാനല്ല. നോക്കണേ, നമ്മള് ആ ദുആയിൽ എഴുതിയ വസിയത്ത് ഭർത്താവ് ലഭിക്കാനല്ല, രോഗം ശിഫയാവാനല്ല, പരീക്ഷയിൽ പാസ്സാവാനല്ല. ഈമാൻ സലാമത്തായി മരിക്കാൻ ഒരു അധ്വാനം പോലുമില്ലാതെ ഉപ്പയോ ജ്യേഷ്ഠന്മാരോ ആരോ നൽകിയ ഒരു കൈച്ചെയിൻ ദീനിന്റെ മദ്രസയ്ക്ക് വേണ്ടി നൽകുമ്പോ എന്റെ പിലാങ്കട്ടയിലുള്ള സഹോദര സഹോദരിമാരോട്, ഈ നാടിന്റെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും എനിക്ക് പറയാനുള്ളത്, സംഘാടകരെ ഏൽപ്പിച്ചത് കൊണ്ടല്ല, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, ആത്മാർത്ഥമായി പറയുന്നത്, നമ്മൾക്കിതിലൊരു ഭാഗവാക്കാവണം. ഇത് കാരണം നാളെ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 1000 രൂപ എന്ന് പറഞ്ഞത് വളരെ ചെറിയ തുകയാണ്. സാമ്പത്തിക മാന്യം നിങ്ങൾക്കുണ്ടായേക്കാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സാമ്പത്തിക മാന്യം നമ്മളെ പിടിപ്പെട്ടിരിക്കാം. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണേ, അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ മോണിറ്റർ പ്രശ്നം എന്താ അറിയോ? കുറച്ച് സമയം ഇത് സൗണ്ട് ഉണ്ടാകും, കുറച്ച് സമയം ഇത് സൗണ്ട് ഉണ്ടാകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് സമയം ഇത് സൗണ്ട് ഉണ്ടാകും, ഇത് പോതവിടെത്തും. അങ്ങനെ ഒരു നമ്മളെ 3D ഉണ്ടല്ലോ, 3D സ്റ്റൈലാണ് ഇവിടെ. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ശ്രമിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. വതസദ്ദഖ അൻത സഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖറ വതഅമലുൽ ഗിനാ. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാഹിയ അഫ്ളലുസ് സ്വദഖ, സ്വദഖയിൽ നിന്ന് ഏറ്റവും നല്ല സ്വദഖ ഏതാണ് നബിയെ? സ്വദഖ, അതിൽ നിന്ന് ഏറ്റവും വലിയ സ്വദഖ ഏതാണ്? നബി തങ്ങൾ പറഞ്ഞു, 2017 2016 നരേന്ദ്രമോദിയുടെ കീഴിൽ ഒരു സാമ്പത്തിക പരിഷ്കരണം വരും. അപ്പൊ ഒരു സാമ്പത്തിക മാന്യമുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് നോട്ട് 1000 കൊടുത്ത ചില്ലറ വേറെ ലഭിക്കുമോ എന്നുള്ള പേടിയുണ്ടാകും. എപ്പോഴാണ് ഈ നോട്ട് പ്രതിസന്ധി തീരാ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടാകും. ആ സമയത്ത് കൊടുക്കണം. നരേന്ദ്രമോദിയെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ വിചാരിക്കല്ല. അൻതസദ്ദഖ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നല്ല സ്യൂട്ടബിൾ ആയിട്ട് തോന്നാണ്. അതുകൊണ്ട് ഞാൻ ഹദീസ് ഇവിടെ ഉപയോഗിച്ചത്. നമ്മുടെ ഈ കറന്റ് സിറ്റുവേഷനുമായി വളരെ വളരെ സ്യൂട്ടബിൾ ആയി തോന്നുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൻതസദ്ദഖ, നീ സ്വദഖ ചെയ്യണം. ഏത് സമയത്ത്? അൻത സഹീഹുൻ, നല്ല ആരോഗ്യമുണ്ട്. മരിക്കാൻ കിടക്കുമ്പോ എന്റെ സ്വത്ത് ഒരു സെന്റ് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഒരു 10,000 രൂപ പള്ളിക്ക് കൊടുത്തേക്ക്. അതെല്ലാരും പറയും, ഞാനും പറയും, നിങ്ങളും പറയും. ലോകത്തുള്ള എല്ലാവരും മരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്. ലോകത്തുള്ള എല്ലാവരും മരണസമയത്ത് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق. ലോകത്തുള്ള എല്ലാ കുഞ്ഞുമോനും ഇത് പറയും മരിക്കുമ്പോ. സ്വതക കൊടുക്കാത്ത എന്താ പറയാ? ഫഅസ്വദ്ദഖ, അല്ലാഹുവേ ഒരു വർഷം നീട്ടി തരുവോ? എന്തിന്? എൻ്റെ ഇത്ര ഷോപ്പുണ്ട്, ഇത്ര സ്വത്തുണ്ട്, ഇത്ര സ്ഥലമുണ്ട്, ഞാൻ പള്ളിക്ക് വേണ്ടിട്ട് 10 സെന്റ് കൊടുക്ക, അല്ലെങ്കിൽ പള്ളി നിർമ്മിക്കാൻ 1 ലക്ഷം കൊടുക്ക. ഒരു വർഷം അത് പറ്റൂല. എന്നാ 1 മാസം തരുവോ? ഒരാഴ്ച, 1 ദിവസം, 1 മണിക്കൂർ, 1 സെക്കൻഡ് തന്നാ മതി റബ്ബേ. അജലിൻ ഖരീബ്, ഷോർട്ട് പീരീഡ്, ചെറിയ 1 സെക്കൻഡ് എനിക്ക് താ. ഫഅസ്വദ്ദഖ, ഞാൻ സ്വദഖ നൽകാം. അല്ലാഹു പറയാൻ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ
അള്ളാഹു ഒരാൾക്ക് മരണത്തിന്റെ സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അയാൾക്ക് അള്ളാഹു നീട്ടിക്കൊടുക്കൂല. എല്ലാവരും മരണസമയത്ത് പറയുന്ന വാക്കാണ് ഞാൻ സ്വതക്ക നൽകാം. അപ്പൊ മരിക്കാൻ കിടക്കുമ്പോ കൊടുക്കുന്ന സ്വതക്ക വലിയ നേട്ടമൊന്നും അതിലുണ്ടാവില്ല. സഹീഹുൻ, നീ നല്ല ആരോഗ്യമുള്ള സമയത്ത്. ഷഹീഹുൻ, നീ പിശുക്കനാ. പിശുക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പിശുക്കന്മാരാ. ഇപ്പൊ കല്യാണം കഴിക്കുന്നവരൊക്കെ വളരെ ചുരുങ്ങിയ ചെലവിലാണ് കല്യാണം കഴിക്കാൻ. എന്തേ, എനിക്ക് ബുദ്ധിമുട്ട് വരുമോ, പൈസ ഇല്ലാതെ പ്രതിസന്ധി വരുമോ? ഷഹീഹുൻ, പിഷ്കാൻ. ഇപ്പൊ എല്ലാവർക്കും പിഷ്കാണ്. ഇപ്പോ 100 രൂപയുടെ നോട്ട് ഉണ്ടെങ്കിലും കൊടുക്കാൻ പിഷ്കാൻ. പെട്രോൾ പമ്പിൽ പോയാൽ 2000 കൊടുക്കുള്ളൂ, 100 കൊടുക്കൂല. അല്ലേ അല്ലേ അങ്ങനല്ലേ? ഞാനൊരു കാര്യം കൂടി ഇങ്ങോട്ട് സൂചിപ്പിക്കാം. എല്ലാവരുടെ കയ്യിലും 100 ഉണ്ട്, പക്ഷെ എല്ലാവരും പിടിച്ചു വെക്കാണ്. അതുകൊണ്ടാണ് 100ന്റെ പ്രതിസന്ധി ഉണ്ടാവുന്നത്. എല്ലാവരുടെ കയ്യിലും 100ന്റെ നോട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും പേടി. എന്റെ കയ്യിലുള്ള നോട്ടെങ്ങാനും ഞാൻ കൊടുത്താൽ എന്റെ കയ്യിലുള്ളത് തീരുമോ എന്ന് പേടിച്ചിട്ടാണ് എല്ലാവരും നമ്മുടെ അൽമാരയിലും പോക്കറ്റിലും പേഴ്സിലും 100 ഇങ്ങനെ തിരികെ കയറ്റി. പിന്നെ എങ്ങനെ 100 പുറത്തു വരും? 100 ഉള്ളത് എവിടെ? മനുഷ്യന്മാരുടെ പോക്കറ്റിൽ, എല്ലാവരുടെ പോക്കറ്റിലുണ്ട്, എല്ലാവരുടെ ഡ്രോയറിലുണ്ട് 100. പിന്നെ 2000 കൊടുക്കുമ്പോ പെട്രോളന്മാർ പറയാതിരിക്കോ ചില്ലറയില്ല എന്ന്? കൊടുക്കണ്ടേ? അതുകൊണ്ട് പോക്കറ്റിൽ വെക്കണ്ട, കൊടുക്ക്. എല്ലാരും കൊടുക്കും 100. കൊടുത്താൽ ഇവിടെ 100ന്റെ ഒരു പ്രശ്നമേ വരില്ല, ഉറപ്പാണ്. ഇവിടെ 100ന്റെ പ്രതിസന്ധി വന്നത് അതുകൊണ്ട് തന്നെയാണ്. എല്ലാരും 100 ഇങ്ങനെ പിടിച്ചു വെക്കുക. തഖ്ശൽ ഫഖറ, ഞാൻ കൊടുത്താൽ എനിക്ക് ദാരിദ്ര്യം വരുമോ എന്നുള്ള പേടി. സൗണ്ട് കൂട്ട്. അന്തഖ്ശൽ ഫഖറ, ഞാൻ കൊടുത്താൽ ദാരിദ്ര്യം വരുമോ എന്നുള്ള പേടി. ആ പേടി ഉണ്ടാകുന്ന സമയത്താണ് കൊടുക്കേണ്ടത്. വതഅമലുൽ ഖിനാ, എപ്പോഴാണ് ഈ പ്രതിസന്ധി തീരുന്നത്? ഡിസംബർ 31 ആകുമ്പോൾ തീരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ തീർന്നില്ല. ഡിസംബർ 31 ആകുമ്പോൾ തീരുമെന്ന് പ്രതീക്ഷിച്ചോ, പക്ഷേ തീർന്നില്ല. ആ സമയത്താണ് സ്വതക്ക കൊടുക്കേണ്ടത്. അതുകൊണ്ട് നോട്ട് പ്രതിസന്ധിയുടെ പേരിൽ ഒരാളും കൊടുക്കാതിരിക്കല്ല. ഏറ്റെടുത്തേക്ക്, ഇൻഷാ അല്ലാഹ് ഞാൻ തരാം. 1 മാസത്തിനുള്ളിലോ 2 മാസത്തിനുള്ളിലോ 1 വർഷത്തിനുള്ളിലോ കൊടുത്താൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. NK ഖാദർ എന്ന് പറയുന്ന ഒരു സഹോദരൻ 2000 രൂപ, അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ. മരിച്ചുപോയ അബ്ദുള്ള കുഞ്ഞിയുടെ പേരിൽ അള്ളാഹുവേ അദ്ദേഹത്തിന്റെ കബറിടം നീ സ്വർഗീയമാക്കണേ അല്ലാ. അള്ളാഹുവേ ഈ 2 പേർക്കും സ്വർഗലോകത്തൊരു ഭവനം നീ നിർമ്മിച്ചു കൊടുക്കണേ അല്ലാ. ഏതായാലും ഞാൻ എന്റെ വിഷയം സംസാരിച്ചിട്ടില്ല. 1 മണിക്കൂറാണ് നമ്മുടെ മുമ്പിൽ, ബാക്കിയുള്ളത് ഒന്ന് എണീറ്റിരുന്നോളൂ. എല്ലാവരും നിന്നിരിക്കണ്ടേ? സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇരിക്കും, വേല നിർത്തിയിട്ടില്ല, 1 മണിക്കൂറിനുണ്ട്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നത് ശിർക്കിൽപ്പെട്ടതാണ്, റിയായിൽപ്പെട്ടതാണ്. എന്ത്? ഈ ആളുകൾ കാണാൻ വേണ്ടി കൊടുക്കുക, ആളുകൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ മഹ്ശറാവൻ സഭയിലേക്ക് നമ്മൾ എത്തുമ്പോ ഇന്ന അവ്വലൻ നാസി യുഖ്ളാ അലൈഹി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആദ്യമായി വിചാരണക്ക് കൊണ്ടുവരുന്നത് 3 ആളുകളെയാണ്. 3 ആളുകളെയാണ് കൊണ്ടുവരിക. ഒന്നാമത്തേത് റജുലുനുസ്തുഷ്ഹിദ, ഷഹീദായ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയ രക്തസാക്ഷിത്വം വഹിച്ച ഒരാള് അല്ലാഹു നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അയാളെ കൊണ്ടുവരും, അല്ലാഹുവിന്റെ മുമ്പിലിരിക്കും. അല്ലാഹു പറഞ്ഞു കൊടുക്കും, നിനക്ക് യുദ്ധം ചെയ്യാനുള്ള വാൾ ആരെ തന്ന്? നീയാണ് റബ്ബേ. നിനക്ക് യുദ്ധം ചെയ്യാനുള്ള കഴിവാരെ തന്ന്? പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ആളുകളുണ്ടാവും അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ കുപ്പായത്തിന്റെ കൈയൊക്കെ മടക്കി അപ്പാളെത്തും ചെറുപ്പക്കാര്. എന്നാ വേദണ്ടെന്ന് പറയുമ്പോ ഒരാളും കാണൂല. അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ട്. മാസത്തിലും ചിലപ്പോൾ ജിമ്മിനൊക്കെ പോയിട്ടുണ്ടാകും, ചിലപ്പോൾ ജിമ്മിനൊന്നും പോയിട്ടുണ്ടാവില്ല. വായ ഉണ്ടാവും, പാർക്കിംഗ് ഡോർ സ്ഥലം പോയിട്ടെന്നല്ലേ, കുറക്കുന്ന കടിക്കൂല എന്നല്ലേ, ഒച്ചപ്പാട് ഉണ്ടാവും, 2 അടി കൊള്ളും ഓടും ചെയ്യും. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ. അപ്പൊ ഏതായാലും നിനക്ക് ആയുധപാഠം ആരാ തന്നത്? യുദ്ധം ചെയ്യാനുള്ള കഴിവാരാ തന്നത്? ശക്തിയാരാ തന്നത്? അയാൾ പറയും, അല്ലാഹുവേ നീയാണല്ലാ ഇതൊക്കെ നൽകിയത്, നീയാണല്ലാ.
ഫഅറഫഹു നിഅമ, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു പറഞ്ഞു കൊടുക്കും. കേൾക്കണേ, നമ്മളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയാൻ പോകുന്നത്. ഷഹീദായ രക്തസാക്ഷിയായ ഒരാളെ അല്ലാഹു നാളെ മഹ്ശറാവൻ സഭയിലേക്ക് വിളിച്ചുകൊണ്ട് പറയുമത്രേ, നിനക്ക് ഞാൻ ഇന്നാലിന്ന സൗകര്യങ്ങൾ തന്നിട്ടില്ലേ, യുദ്ധം ചെയ്യാനുള്ള കഴിവ് തന്നിട്ടില്ലേ, പരിച വാങ്ങാനുള്ള വാള് വാങ്ങാനുള്ള കഴിവ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ഉണ്ട് റബ്ബേ, ഉണ്ട് എന്ന് അല്ലാഹുവിനോട് പറയുമ്പോഴാണ് അല്ലാഹു രണ്ടാമതായി ചോദിക്കുന്നത്, ഫമാ അമിൽത ഫീഹാ, എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്, എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? അപ്പോൾ അയാൾ പറയും, അല്ലാഹുവേ ഖാതൽതു ഫീക, നിനക്ക് വേണ്ടി ഞാൻ ധർമ്മസമരം ചെയ്തില്ലേ അല്ലാ, നിനക്ക് വേണ്ടി രണാങ്കണത്തിലേക്ക് എന്റെ മക്കളെയും എന്റെ വീടിനെയും എന്റെ ഭാര്യമാരെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പോയില്ലേ അല്ലാ, ഇതിനേക്കാൾ അപ്പുറം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ആ യുദ്ധക്കളത്തിൽ രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകി 70ഓളം 100 കണക്കിന് വെട്ടുകളും അമ്പുകളുമായി ലോകത്തോട് വിട പറഞ്ഞു പോയത് നിനക്കല്ലേ അല്ലാ, ഇതിനു വേണ്ടി ഇതല്ലാതെ പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അയാൾ അല്ലാഹുവിനോട് നാളെ ചോദിക്കുമ്പോഴാണ് അല്ലാഹു പറയുന്നത്, കദബ്ത, നീ പറഞ്ഞത് പച്ച നുണയാണ്, നീ എനിക്ക് വേണ്ടിയല്ല യുദ്ധം ചെയ്തത്, നീ എനിക്ക് വേണ്ടിയല്ല പോരാടിയത്. ആളുകൾ പറയട്ടെ, ഖാതൽത ലിഅയ്യുഖാല ജരീ, ആളുകൾ വലിയ ധൈര്യവാനാണെന്ന് പറയാനല്ലേ, വലിയ യോദ്ധാവാണെന്ന് പറയാനല്ലേ, ധീരനാണെന്ന് പറയാനല്ലേ, ആളുകൾക്ക് മുമ്പിൽ ഷോ ഓഫിന് വേണ്ടിയല്ലേ നീ യുദ്ധം ചെയ്തത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹു പറയാ, നബി തങ്ങൾ അങ്ങനെ ചോദിക്കും, ഇത്ര ഷോ ഓഫിനല്ലേ? എന്തേ സംഘാടകരായത് ഷോ ഓഫിന് വേണ്ടിയല്ലേ? സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിയും പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയതെന്തിനാ? അയ്യുഖാൽ, നാട്ടുകാര് പറയട്ടെ അയാൾ പ്രസിഡന്റാണ്, അയാൾ സെക്രട്ടറിയാണെന്ന് പറയാൻ വേണ്ടിയല്ലേ നീ അങ്ങനെ ചെയ്തത് എന്ന് അല്ലാഹു നാളെ ചോദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ അതിനു വേണ്ടിയിട്ടല്ലേ ഇത് നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയാൾ പ്രസിഡന്റാണ് കേട്ടോ, അയാൾ ഇന്നാലുന്ന സ്ഥാപനത്തിന്റെ സെക്രട്ടറിയാണ്, അതിന്റെ മാനേജർ, ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. നീ ഉദ്ദേശിച്ചത് നിനക്ക് ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല. എന്നിട്ട് അല്ലാഹു തആല മലക്കുകളെ വിളിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഉറക്കെ സ്വലാത്ത് ചെല്ലണേ. വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 11 മണിയായി. ഒരു 11:45 നമ്മുടെ വിഷയം ഇവിടെ അവസാനിപ്പിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ثم أمر به فصحب على وجهه حتى ألقي في النار. രക്തസാക്ഷിയാണ്, പേരിൽ രക്തസാക്ഷിയാണ്, യുദ്ധത്തിന് പോയി മരിച്ചു പോയ ആളാണ്. പക്ഷെ അല്ലാഹു ആദ്യമായി കൊണ്ടുപോകുന്നത് ഈ രക്തസാക്ഷിയെയാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രസിഡന്റിനെയാണ് കൊണ്ടുപോകുന്നത്, സെക്രട്ടറിയാണ് കൊണ്ടുപോകുന്നത്, മാനേജർമാരെയാണ് കൊണ്ടുപോകുന്നത്. എന്തേ ഇയാൾ പ്രവർത്തിച്ചത്? ഷോ ഓഫിന് വേണ്ടിയായിരുന്നോ? ആളുകൾ പറയാൻ വേണ്ടിയായിരുന്നോ? ഒന്നാമത്തെ വ്യക്തി ഇയാളാണെങ്കിൽ രണ്ടാമത്തെ വ്യക്തി ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആലിമീങ്ങളെ, പണ്ഡിതന്മാരെ, പ്രഭാഷകന്മാരെ, വഅല് പറയുന്ന ആളുകളെ അല്ലാഹു നാളെ വിളിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാവട്ടെ. അല്ലാഹു അടുത്തയാളെ വിളിക്കുകയാണ്, വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമ. ഇൽമ പഠിച്ച ഒരാളെ, ഒരു ഉസ്താദിനെ, ഒരു ആലിമിനെ, ഒരു ഖുർആൻ പ്രഭാഷകനെ, ഒരു വഅലുകാരനെ അല്ലാഹു നാളെ വിളിക്കും. എന്നിട്ട് അയാളോട് പറയും, ഫഅറഫഹു നിഅമ, നിനക്ക് ഞാൻ പഠിക്കാനുള്ള ശേഷി തന്നിട്ടില്ലേ, ബുദ്ധിശക്തി തന്നിട്ടില്ലേ, ഓർമ്മശക്തി തന്നിട്ടില്ലേ, ആരോഗ്യം തന്നിട്ടില്ലേ, 10-12 കാലം ഒരു ചെലവുമില്ലാതെ ഭക്ഷണം കഴിച്ച് നീ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ ആര് തന്നതാ? അല്ലാഹുവേ നീ തന്നതാണ്. അല്ലാഹുവേ നിന്റെ സൗഭാഗ്യമാണ്. അല്ലാഹുവേ നിന്റെ ഔദാര്യമാണ്. അപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത്? ആലിമിനോട് ചോദിക്കും, സാധുമാരോട് ചോദിക്കും, വഅല് പറയുന്ന ആളുകളോട് ചോദിക്കും, പ്രഭാഷകന്മാരോട് ചോദിക്കും, നിനക്ക് വഅല് പറയാനുള്ള കഴിവ് തന്നിട്ടില്ലേ?
ഇൽമ പഠിക്കാനുള്ള കഴിവ് തന്നിട്ടില്ലേ? പക്ഷെ എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്ന് നാളെ അള്ളാഹു ചോദിക്കുമ്പോൾ അയാൾ പറയും, അള്ളാഹുവേ രാത്രി 12 മണിയായിട്ടും ഞാൻ വഅദ് പറഞ്ഞു നടന്നിട്ടുണ്ട്. ഉറങ്ങുമ്പോൾ 3 മണിയാവാറുണ്ട്. മിക്കവാറും രാത്രികളിലാകെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ആണ് ഉറക്കുള്ളത്. ഒരു മാസമല്ല, 5-6 മാസം, 1 വർഷം നിരന്തരമായി ഉറക്കെ കിട്ടിയിട്ടില്ല. രാത്രി 2 മണി വരെ വഅദ് പറഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോ 2 മണി 3 മണി ഉറക്കില്ലാതെ വർഷങ്ങളോളം ഞാൻ വഅദ് പറഞ്ഞിട്ടുണ്ട്. ഇൽമ് ഞാൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഇതിനേക്കാളും അപ്പുറം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രഭാഷകന്മാരും പണ്ഡിതന്മാരും നാളെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴാണ് അള്ളാഹു അവരോട് പറയുന്നത്, നീ വഅദ് പറഞ്ഞിട്ടുണ്ട് ശരി തന്നെ, ഖുർആൻ ക്ലാസ് എടുത്തിട്ടുണ്ട് ശരി തന്നെ, നീ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ശരി തന്നെ, പക്ഷെ എന്തിനാണ് നീ ചെയ്തത്? ലിയുഖാല ഇന്നക ആലിം, നീ വലിയൊരു ആലിമാണെന്ന് പറയാനല്ലേ, നീ വലിയൊരു പ്രവാചകനെന്ന് ആളുകൾ പറയാനല്ലേ, ആളുകൾക്ക് മുമ്പിൽ ഷോ ഓഫിനല്ലേ, ഫ്ലക്സിൽ നിന്റെ ഫോട്ടോ വേണം, ഫ്ലക്സിൽ നിന്റെ പേരുകൾ വേണം, സോഷ്യൽ മീഡിയകളിൽ നിന്റെ വഅദുകൾ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടണം, ഇതിനു വേണ്ടിയല്ലേ വഅദ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു മാലാക്കമാരെ വിളിച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹു ഞങ്ങളെ കാക്കുമാറാവട്ടെ, നമ്മുടെ ആലിമീങ്ങളെ കാക്കുമാറാവട്ടെ, അല്ലാഹു നമ്മൾക്ക് ഇഖ്ലാസ് നൽകി അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. മൂന്നാമതൊരാളുണ്ട് നാളെ മഹ്ശറ വൻസഭയിൽ, മൂന്നാമത്തെ ഒരാള്. ഉസ്താദ്മാരെ പറഞ്ഞു നിങ്ങൾ ചിരിച്ചില്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ വേണം അല്ലേ? ഉസ്താദ്മാരെ പറയുമ്പോൾ എന്താ ശരി, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുറെ ആളുകളെ. കുഴപ്പമില്ലല്ലോ, ഇയാൾക്ക് തന്നെയാണല്ലോ ഇത്, നിങ്ങൾക്ക് കുറച്ചുണ്ട്. മൂന്നാമതായി അല്ലാഹു വിളിക്കുന്നതാരെ? വറജുലുൻ വസഅല്ലാഹു അലൈഹി വഅതാഹു മിൻ സുനാഫിൽ മാൽ. മുതലാളിമാരെ ധനികരായ ആളുകൾ അല്ലാഹു വിളിക്കുമത്രേ. എനിക്ക് പിലാങ്കട്ടയിൽ ഒരു ഷോപ്പുണ്ട്, ബദിയടുക്കയിൽ ഒരു ഷോപ്പുണ്ട്, മുള്ളേരത്തൊരു ഷോപ്പുണ്ട്, കാസർഗോഡ് ഒരു ഷോപ്പുണ്ട്, ചെക്കളയിൽ എനിക്കൊരു ഷോപ്പുണ്ട്. എത്ര ഷോപ്പാ അല്ലേ? അല്ലാഹു തന്നതല്ലേ ഇതൊക്കെ? നമ്മൾ ഉണ്ടാക്കിയാണല്ലോ, അല്ലാഹു തന്നതാണ്, അല്ലാഹു തന്നതാണ്. അല്ലാഹു പറയുകയാണ്, വസഅല്ലാഹു അലൈഹി വഅതാഹു മിൻ സുനാഫിൽ മാൽ. എനിക്ക് ദുബായിലുമുണ്ട് ഷോപ്പ്, ഖത്തറിലുണ്ട് ഷോപ്പ്, ഒരു കഫ്റ്റീരിയ തന്നെ നാദാപുരത്ത് വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. അയാൾക്ക് അജ്മാനിൽ തന്നെ 30ഓളം ഷോപ്പുകള്, കഫ്റ്റീരിയ 30 കഫ്റ്റീരിയാണ്. എല്ലാ വടകരക്കാർക്ക് മൊത്തം കഫ്റ്റീരിയകൾ. ഖത്തറിലുണ്ട് ടീ ടൈം, അതും വടകരക്കാരുണ്ട്. അജ്മാലുണ്ട് കൂഖ്ഷായി, അതും വടകരക്കാർ. മൊത്തം കാഫ്റ്റീരിയകളൊക്കെ ഏറ്റെടുത്തവരും. പക്ഷെ ഇവർ ഒരു പ്രത്യേകത ഉണ്ട്, നല്ല ദീനി സ്നേഹികളാണ് അവർ. അവിടെയൊക്കെ വേദന ഇങ്ങനെയൊന്നുമില്ല ആളുണ്ടാവുക, ഇതിൻ്റെയൊക്കെ 10 ഇരട്ടി ആളുണ്ടാവും. അവിടെയൊക്കെ ഒരു വേദന ഇങ്ങനെയൊന്നുമില്ല, നല്ല സ്നേഹികളാണ്. ദുബൈയിലും ഗൾഫിലൊക്കെ പോയാൽ നമ്മളെ നാട്ടുകാരല്ലേ നമ്മളുണ്ടെടുക്കുക നാദാപുരം വടകര ആ ഭാഗത്തുള്ള ആളുകളാണ്. പിന്നെ അവരെ കീഴില എന്നെ മാത്രമല്ല മൊത്തത്തിൽ എല്ലാ ആളുകളെയും ആലിമ്യങ്ങളെ സ്നേഹിക്കുന്നൊരു സമൂഹമാണ്. അവിടെ വലിയ വലിയ വീടുകളാണ്. അവിടെ ഒരു ഉണ്ടാക്കുന്ന ഒരു ചുമര് കൊണ്ട് നമ്മുടെ നാട്ടിൽ വീടുണ്ടാക്കുക, അങ്ങനെ വലിയ മുതലാളിമാർ. പക്ഷെ അതിനനുസരിച്ച് അവർ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നുണ്ട്. അള്ളാഹു അവർക്ക് ഇനിയും എറ്റി കൊടുക്കുമാറാവട്ടെ. ശുക്ർ ചെയ്യുമ്പോൾ നമ്മൾക്കും തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു പറയാണ്, വറജുലുൻ വസഅല്ലാഹു അലൈഹി വഅതാഹു മിൻ സുനാഫിൽ മാൽ. ഓരോ രീതിയിലുള്ള സമ്പത്ത് തന്നിട്ടില്ലേ? എന്തൊക്കെ സമ്പത്ത്? തേങ്ങയുണ്ട്, അടക്കയുണ്ട്, റബ്ബറുണ്ട്, കൃഷിയുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ട് നീ അല്ലാഹു അയാളോട് പറയും, ഇത് ആര് തന്നതാ? നീയാണ് പഠിച്ചോനെ. ഞാനല്ലേ തന്നത്? അതെ നീയാണ്. അല്ലാഹു ചോദിക്കുന്നു, ഒരു ഐഫോൺ വാങ്ങാൻ നിനക്ക് ഐഫോൺ വാങ്ങിച്ചിട്ടില്ലേ? ഉണ്ട്. ആരാ വാങ്ങിക്കാൻ കഴിവ് തന്നത്? ഞാനാണ്. അല്ലാഹുവേ നീയാണ്. പക്ഷേ ഈ ഐഫോൺ കൊണ്ട് നീ എനിക്കെന്ത് ചെയ്തു? വണ്ടി, കാർ വാങ്ങി, ഇന്നോവയുണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട് നമ്മളെ കയ്യിൽ. ആരാണിതൊക്കെ വാങ്ങിച്ചു തന്നത്? അല്ലാഹുവേ നീ തന്ന നിഅമത്താണ്. പക്ഷേ ഈ മൊബൈൽ ഫോൺ കൊണ്ട് നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നാളെ റബ്ബ് ചോദിക്കുമ്പോ, അല്ലാഹുവേ ഞാൻ വാട്സപ്പിൽ കളിച്ചു, പ്ലേ സ്റ്റോറിൽ പോയി, യു ക്യാം ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ ഫോട്ടോ അടിച്ചാക്ക. നമ്മളൊക്കെ വെളുക്കാനുള്ള വഴി മൊബൈൽ ഫോണിലുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ എഡിറ്റാക്ക, എന്നിട്ട് ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ആരൊക്കെ ലൈക്ക് അടിക്കുന്നു, ആരൊക്കെ കമന്റ് അടിക്കുന്നു, ആരൊക്കെ ഷെയർ ചെയ്യുന്നു, ഇങ്ങനെ നോക്കിക്കുക. ഇതാണ് പണി, ചെറുപ്പക്കാരെ പണി ഇതാണ്. മെയിൻ പ്രധാനമായിട്ട് നടക്കുന്നത് ഇതാണ്. എന്തിനാണ് ഈ ലൈക്ക്? നാളെ ആഖിറത്തിലേക്ക് വരുമോ? വരൂല, ഇതൊന്നും വരൂല. അപ്പോഴാണ് അള്ളാഹുവിനോട് പറയേണ്ടത്, അള്ളാഹുവേ ഞാനൊരു ഫോൺ വാങ്ങിച്ചപ്പോൾ ഞാൻ അതിലേക്ക് പരിശുദ്ധമായ ഖുർആൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്.
ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാതെ ഞാൻ ഉറങ്ങിയിട്ടില്ലേ അല്ലാ, ഉറങ്ങിയിട്ടില്ല. എല്ലാവരും തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചു നടക്കുമ്പോ, എല്ലാവരും കൗണ്ടർ കയ്യിൽ പിടിച്ചു നടക്കുമ്പോ ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ ഒരു കൗണ്ടർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. തസ്ബീഹ് മാല പിടിക്കുന്നതിന് പകരം ഞാൻ മൊബൈൽ ഫോണിലാണ് ദിക്ർ ചൊല്ലിയിരുന്നത്. ആളുകൾ വിചാരിക്കും ഇയാൾ കളിക്കുകയാണെന്ന്, ആളുകൾ വിചാരിക്കും ഇയാൾ വാട്സപ്പിൽ കളിക്കുകയാണെന്ന്. പക്ഷെ അയാൾ ഇങ്ങനെ കൗണ്ടറിൽ ദിക്ർ ചെല്ലാണ്, അയാൾ ഇങ്ങനെ തസ്ബീഹ് ചെല്ലുകയാണ്, അയാൾ ഇങ്ങനെ സ്വലാത്ത് ചെല്ലുകയാണ്. അല്ലാഹുവേ ഞാനിത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ നേട്ടം എന്താ നമ്മൾക്ക് വേണ്ടത്? അതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നത്. وأحسن كما أحسن الله إليك. അല്ലാഹു നന്ദി ചെയ്തതുപോലെ അല്ലാഹുവിന് തിരിച്ചും നിങ്ങൾ നന്ദി ചെയ്യണേ. ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിൽ അല്ലാഹുവിന് എങ്ങനെയാ നന്ദി ചെയ്യുന്നത്? അല്ലാഹുവേ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, ഒരുപാട് ഖുർആൻ ഓതുക, ഒരുപാട് ഇൽമുകൾ നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക. യൂട്യൂബിൽ ഒന്ന് ചെന്നാ പോരെ? അംബാനി നമ്മൾക്ക് മാർച്ച് 31 വരെ വളരെ ഫ്രീ ആയി നെറ്റ് ഉപയോഗിക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട്. അല്ലാഹു ചോദിക്കും 6 മാസക്കാലം 5 പൈസ ചെലവില്ലാതെ 4G സൗകര്യത്തോടെ നമ്മൾ ഉപയോഗിച്ച നെറ്റിന് അല്ലാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. ഒരുപക്ഷേ അംബാനി ചോദിച്ചെന്ന് വരില്ല, ഒരുപക്ഷേ അംബാനിക്ക് അതിന്റെ കണക്കറിയണമില്ല. അല്ലാഹുവിന് അതിന്റെ കണക്കറിയണം. ചെറുപ്പക്കാരാ, ഏത് സൈറ്റുകളിലേക്കാണ് നിങ്ങൾ പോയത്? ഒരു ബ്രൗസിംഗ് ഇല്ലാതെ, തിരിയലില്ലാതെ, വെയിറ്റിംഗ് ഇല്ലാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ കൈക്കുമ്പിളിലേക്ക് വരുന്ന ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങളും 3Gയുടെയും 4Gയുടെയും മൊബൈൽ ഫോണുകളും നമ്മുടെ കൈകളിലേക്ക് വരുമ്പോ അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് അല്ലാഹു നാളെ ചോദിക്കുമ്പോ പറയണേ, അല്ലാഹുവേ ഞാൻ യൂട്യൂബിൽ ചെന്നിട്ട് അവിടെ ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട്, അവിടെ ഒരുപാട് വാളുകളുണ്ട്, അവിടെ ഒരുപാട് ഖുർആനിന്റെ ഖിറാഅത്തുകളുണ്ട്, അത് കേട്ടിട്ടുണ്ട് റബ്ബേ, അത് വാളുകൾ കേട്ടിട്ടുണ്ട് റബ്ബേ. ഇത് പറഞ്ഞ രക്ഷപ്പെടൂലേ? നേരെ മറിച്ചിട്ട് വേണ്ടാത്ത സൈറ്റിൽ പോയിട്ട് വേണ്ടാത്തതൊക്കെ കണ്ട എന്താ മറുപടി പറയാ? അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ നമ്മൾക്ക് എന്ത് ലഭിച്ചാലും അതിന് പടച്ചോൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? അതാണ് ചോദ്യം. എന്ത് ലഭിച്ചാലും അല്ലാഹു നമ്മൾക്ക് നൽകിയ ഏതൊരു വിഷയം വന്നാലും അല്ലാഹു ചോദിക്കും ചോദ്യം, എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്നാ. എനിക്ക് വേണ്ടി എന്ത് ചെയ്തു അപ്പൊ നമ്മൾ പറയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് അല്ലാഹു പറയാണ്, വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി. ഭൂമിയിൽ ഫിത്നയുണ്ടാക്കല്ല. മൊബൈൽ ഫോൺ കൊണ്ട് ഫിത്നയുണ്ടാക്കല്ല. കേട്ടിട്ടുണ്ടോ? മൊബൈൽ ഫോൺ കൊണ്ട് ഫിത്നയുണ്ടാക്കല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, എന്നെ വ്യഭിചരിക്കാൻ അനുവദിക്കുമോ നബിയെ? എനിക്ക് വ്യഭിചരിക്കാൻ സമ്മതിക്കോ? നബിയുടെ അടുത്ത് വരികയാണ്. നമ്മൾ ചോദിക്കും, അങ്ങനെ സ്ഥാപനം അടുത്ത് പോയിട്ട് ഞാനൊക്കെ ചെയ്യാം, പക്ഷെ വ്യഭിചാരം എനിക്ക് അനുവദനീയമാക്കി തരണമെന്ന് നമ്മൾ പറയില്ല. ധൈര്യമില്ല. കാരണം നബി തങ്ങളോട് എന്തും പറയാൻ അവർക്ക് ധൈര്യമുണ്ട്. അങ്ങനെ ഒരു സംസാരവും ഇടപെടലുമായിരുന്നു നബി തങ്ങൾക്കിടയിൽ. നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഞാൻ മുസ്ലിമാകാം, ഞാൻ നിസ്കരിക്കാം, ഞാൻ നോമ്പ് നോക്കാം, പക്ഷേ എനിക്ക് വ്യഭിചരിക്കാനുള്ള അവസരം തരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹോദരി സ്വർണ്ണമോതിരം കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹുവേ ആ സഹോദരിയുടെ വീടിന്റെ പണി പൂർത്തിയാക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ആ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് ആ വീടിന്റെ പണി വളരെ ഭംഗിയായി ഹലാലായ രീതിയിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഈ സ്വർണ്ണമോതിരം നാളെ ഖബറിലേക്ക് ഏറ്റവും നല്ല അമലായി നീ സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരിക്ക് റബ്ബേ നാളെ സ്വർഗീയ ലോകത്തൊരു ഭവനം നിർമ്മിക്കണേ അല്ലാ. നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ, നരകത്തിൽ ഒരു നിമിഷം പോലും കിടക്കാതെ അല്ലാഹുവേ അല്ലാഹുവേ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന മുത്തഖീങ്ങളിൽ ആ സഹോദരി നീ പെടുത്തണേ അല്ലാ. ആ സഹോദരിയുടെ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ അതുപോലെ സംഭാവന ചെയ്തവർ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, എല്ലാ ആളുകൾക്കും അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് വ്യഭിചാരത്തിന്റെ താല്പര്യവുമായിട്ടൊരു സ്വഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് വ്യഭിചരിക്കാൻ സമ്മതം തരുമോ? നബി തങ്ങളൊന്നും പറഞ്ഞില്ല. ഇങ്ങോട്ട് വാ, ഇവിടെ വാ. നബി തങ്ങൾ അടുത്ത് വിളിച്ചു, ഷോൾഡറിൽ കൈവച്ചു. എന്താ വേണ്ടത്? വ്യഭിചരിക്കാൻ സമ്മതം വേണം. വേണം നബിയെ, ഞാൻ എല്ലാം ചെയ്യാം. കള്ളു കുടിക്കൂല, മാമ്പരാഗം കഞ്ചാമഞ്ഞ അടിക്കൂല, എന്താ പിന്നെ വ്യഭിചരിക്കാൻ മാത്രം എനിക്ക് സമ്മതം തരണം. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, അതുഹിബ്ബുഹു ലിഉമ്മിക്, നിന്റെ ഉമ്മയെ വ്യഭിചരിക്കാൻ നിനക്ക് ഇഷ്ടമാണോ? നിന്റെ ഉമ്മയെ നീ വ്യഭിചരിക്കുമോ?
സുബ്ഹാനല്ലാഹ്. നബിയെ, ഉമ്മമാരെ വ്യഭിചരിക്കാറുണ്ടോ? ഉമ്മമാരെ ആരെങ്കിലും വ്യഭിചരിക്കുമോ നബിയെ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിന്റെ ഉമ്മയെ വേറെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? ഇല്ല നബിയെ, ഞാൻ അയാളെ വെറുതെ വിടൂല. എന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിച്ചാൽ ഞാൻ അയാളെ വെറുതെ വിടൂല. അപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, എന്റെ പൊന്നു സഹോദരാ, നീ വ്യഭിചരിക്കുന്ന പെണ്ണ് വേറെ ഏതെങ്കിലും ഒരാളുടെ ഉമ്മയായിക്കൂടെ? അയാൾക്ക് സഹിക്കാൻ പറ്റുമോ? നീ വ്യഭിചരിക്കുന്ന പെണ്ണ് വേറെ ഒരാളുടെ ഉമ്മയായിക്കൂടെ? നിനക്ക് നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് ഇഷ്ടമല്ല. അതുപോലെ നീ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചാൽ ആ പെണ്ണ് ഒരാളുടെ ഉമ്മയായിരിക്കൂല, അയാൾക്കും ഇതുപോലെ തന്നെ ആവൂലേ? ശരിയാണല്ലോ നബിയെ. പിന്നെയാണ് ആ സഹോദരനോട് ചോദിച്ചത്, അഫതുഹിബ്ബുഹു ലിഇബ്നതിക, നിന്റെ മകളെ വ്യഭിചരിക്കാൻ നിനക്കിഷ്ടമാണോ? ഇല്ല നബിയെ. എന്നാൽ നിന്റെ മകളെ വേറെ ഒരാൾ വ്യഭിചരിക്കുന്നത് ഇഷ്ടമാണോ? ഇല്ല നബിയെ, അയാളുടെ കയ്യും കാലും ഞാൻ തല്ലി ഒടിക്കും നബിയെ എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്നാൽ നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണുണ്ടല്ലോ,